ടാൻസാനിയയിലെ വിശേഷങ്ങൾ വീണ്ടും അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ജൂലൈ മാസത്തിൽ ഇവിടെ കടന്നു വരുവാനും ടാൻസാനിയയിൽ ഒരു മാസത്തോളമായിരിക്കുവാനും വലിയവനാകുന്ന ദൈവം സഹായിച്ചു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചില ആഴ്ചകളായിട്ട് ടാൻസാനിയയിലായിരിക്കുന്നു. ടാൻസാനിയയിലെ ഡുഡൂമോയ്ക്കടുത്തുള്ള ഇപ്പാല എന്ന് പറയുന്നൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ പാസ്റ്റർ നിബിൻ എബ്രഹാം അവരുടെ നേതൃത്വത്തിൽ ഒരു ശുശ്രൂഷ ആരംഭിക്കുകയുണ്ടായി. ആ ചർച്ചിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മനോഹരമാകുന്നൊരു ചർച്ചും അതോടൊന്നിച്ച് തന്നെ മറ്റനവധി ബിൽഡിങ്ങുകളും ഇതിനകത്തുണ്ട്. ഓഫീസ് ബിൽഡിങ്സ് ഉണ്ട്, ഡോർമെറ്ററീസ് ഉണ്ട്, പാസ്റ്റേഴ്സ് ഹൗസ് ഉണ്ട്, സ്റ്റാഫ് ഹൗസ് ഉണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ ശുശ്രൂഷകൾ ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന ഈ ശുശ്രൂഷകളെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഈ ദിനങ്ങളിൽ ഞങ്ങൾ കുടുംബമായിട്ട് ആയിരിക്കുന്നത്. വളരെ വിശാലമാകുന്ന ഗ്രാമങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. നിരവധി ആളുകൾ യേശുവിനെ അറിയുവാൻ വേണ്ടി ദാഹത്തോട് ഈ ആരാധനാലയത്തിൽ കടന്നു വരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് വിശേഷാൽ ചില പ്രത്യേക കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സൺഡേ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നൽകുന്ന വിശാലതകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെ എല്ലായിടത്തും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞത് അതേപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടപ്പിലാകുമെന്നുള്ളത്, അത് നടന്നിരിക്കും എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശാലത, ഈ അവസരമെന്ന് പറയുന്നത്. എനിക്ക് അനേകം വർഷങ്ങൾക്ക് മുന്നമേ ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിൽ കടന്നുപോയി ശുശ്രൂഷിക്കുവാൻ കർത്താവ് വാതിലുകളെ തുറക്കുകയുണ്ടായി. അത് വാതിലുകളല്ല, നമുക്കൊരു ദേശത്തേക്ക് പോകുവാൻ വേണ്ടി അവസരം ലഭിക്കുമ്പോൾ വാതിലെന്ന് പറയാനൊക്കില്ല, ഒരു ഗേറ്റാണ്. പട്ടണങ്ങൾക്ക് ഗേറ്റാകുന്നുവല്ലോ, ഗോപുരങ്ങളാകുന്നുവല്ലോ. പാതാള ഗോപുരങ്ങളെന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഓരോ പട്ടണത്തിനും ഗേറ്റുകളുണ്ട്. ആ ഗേറ്റുകൾ തുറന്നെങ്കിൽ മാത്രമേ, ആത്മമണ്ഡലത്തിൽ ആ ഗേറ്റുകൾ തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഏകദേശം 28-29 വർഷങ്ങൾക്ക് മുന്നമേ അരുണാചൽ പ്രദേശിലേക്കുള്ള ഗേറ്റ് തുറക്കപ്പെടുകയുണ്ടായി. ദീർഘനാളുകൾ അവിടെ പോകുവാനും കടന്ന് ചെന്ന് അവിടെ ശുശ്രൂഷിക്കുവാനും ആ ദേശത്ത് ശുശ്രൂഷിക്കുവാനും അവിടെയുള്ള തദ്ദേശവാസികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുവാനും അവസരം ലഭിച്ചു. ഇപ്പോൾ ഇതൊരു പുതിയ ഗേറ്റ് തുറന്നതിന് തുല്യമാണ്. ആഫ്രിക്കയുടെ ഗേറ്റ്. ആഫ്രിക്കയിൽ ഞാൻ 2008 മുതൽ കടന്നു വരുന്നുണ്ട് എങ്കിൽ പോലും ദീർഘമായിട്ടൊന്നും ആഫ്രിക്കയിൽ സമയം ചെലവഴിക്കുകയും ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുടെ നടുവിൽ ശുശ്രൂഷിക്കുവാൻ, അങ്ങനെ ദീർഘനാളുകൾ ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ല. ഇതിപ്പോൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ കാലയളവുകൾ ഇവിടെ ലഭിക്കുന്നു. അത് ഒരു ഗേറ്റ് തുറന്നതുപോലെയാണ്. ഒരു രാജ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് അയക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെ ആ രാജ്യത്തെത്തിക്കും. അങ്ങനെ ഒരു ഗേറ്റ് തുറന്നതുപോലെയാണ് ഞങ്ങൾക്ക് ഈ ലഭ്യമായിരിക്കുന്ന അവസരമെന്ന് പറയുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഇത് കേൾക്കുന്ന ചില അഭിഷക്തരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ദൗത്യങ്ങളിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുകയാണെങ്കിൽ, കർത്താവിനെ സ്നേഹിച്ച് കർത്താവ് നൽകിത്തരുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ, ആ ചെറിയ ചെറിയ അവസരങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടെ നിവർത്തിക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ വരും നാളുകളിൽ വാതിലുകൾ, ഗേറ്റുകൾ ഒക്കെ കർത്താവ് തുറന്നു തരും. വലിയ ഗേറ്റുകൾ തുറന്നു തരും. രാജ്യങ്ങളുടെയും കോണ്ടിനെൻറ്റുകളുടെയും ഗേറ്റുകൾ തുറന്നു തരും. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ പാസ്റ്റർ ക്രിസ് അവർകൾ നൈജീരിയയിൽ നിന്ന് കടന്നു വന്ന് ശുശ്രൂഷിക്കുകയുണ്ടായി. ആ ബഹുമാന്യ കർത്തുദാസൻ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് മിഷണറിമാരെ ലോകരാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കുമെന്ന്. ഇപ്പോൾ അങ്ങനെയൊരു സീസൺ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള അഭിഷിക്തന്മാരെ ലോകരാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഒരു സീസൺ വെളിപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ മേലും ആ മാൻറ്റിൽ വന്നു വീഴട്ടെ. ലോകരാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി ആത്മതലങ്ങളിൽ കാത്തിരിക്കുന്നു എന്നാണ് പാസ്റ്റർ ക്രിസ് അവർകൾ പറഞ്ഞത്. അത് നിവർത്തീകരിക്കപ്പെടുന്ന
ഒരു സമയമാണിത്. അതിനുവേണ്ടി വിളിയുള്ളവരാകുന്നു, അതിനുവേണ്ടി ഒരുക്കപ്പെട്ടവരാകുന്നു എങ്കിൽ ഈ ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. രാജ്യങ്ങളുടെ വലിയ വാതിലുകൾ, വലിയ ഗേറ്റുകൾ തുറക്കപ്പെടട്ടെ. അങ്ങനെ അതിനകത്ത് പ്രവേശിച്ചതിന് ശേഷം വീണ്ടും നിങ്ങളിലൂടെ ചില പോർട്ടലുകൾ, റിവൈവൽ പോർട്ടലുകൾ ആ ദേശങ്ങളിൽ തുറക്കപ്പെടട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ, ഇന്നത്തെ ദിവസം ഇവിടെ പ്രത്യേകതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഇവിടുത്തെ ചെറിയ സൺഡേ സ്കൂളാണ്. ഇപ്പോൾ 30-40 കുട്ടികളൊക്കെ വരുന്നുണ്ട്. ചില ഞായറാഴ്ചകളിൽ ഇതിൽ കൂടുതൽ കുട്ടികളും വരുന്നുണ്ട്. ഒരു ചെറിയ സൺഡേ സ്കൂളാണ്. ഈ സൺഡേ സ്കൂളിന് നേതൃത്വം നൽകുന്നത് ഈ ബൈബിൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് തന്നെയാണ്. ഇത് ഗേറ്ററുഡോ അങ്ങനെയുള്ള ഈ ബൈബിൾ സ്കൂളിലെ സ്റ്റുഡൻസ് തന്നെയാണ് ഈ സൺഡേ സ്കൂളിന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. 3 പ്രിയപ്പെട്ടവർ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്നു. ബ്രദർ റിച്ചാർഡ്, സിസ്റ്റർ വെറോണിക്ക, മദർ ജാനറ്റ്, 3 പേർ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുകയാണ്. ഇപ്പാലയിലാണ് ഇത് സംഭവിക്കുന്നത്, ടാൻസാനിയയിൽ. എനിക്കിത് ഒരു അത്ഭുത അനുഗ്രഹമാണ്. എൻ്റെ ശുശ്രൂഷയിൽ ആദ്യമായിട്ടാണ് ആഫ്രിക്കയിൽ ചിലരെ സ്നാനപ്പെടുത്തുവാൻ അവസരം ലഭിക്കുന്നത്. കർത്താവ് നൽകിയ ഈ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഇത് അടുത്ത നാളുകളിൽ ഇവിടെ നടക്കുന്നൊരു ചലനമാണ്. ഈ ചർച്ച ഇവിടെ ആരംഭിച്ചിട്ട് ചില മാസങ്ങളെ ആയിട്ടുള്ളൂ. ജൂലൈ മാസത്തിലാണ് ആരംഭിച്ചത്. എന്നാൽ അതിനുശേഷമായിട്ട് ഏകദേശം 30-ലധികം ആളുകൾ ഇവിടെ സ്നാനപ്പെടുകയുണ്ടായി. ഇന്ന് 3 പേർ കൂടെ കർത്താവിനോട് ചേരുകയാണ്. Ask a question to Mother Janet. 2000 years ago, God became human and came to this earth. His name is Jesus. He was born in a virgin. He lived on this earth for 23.5 years. At the age of 30, he came to River Jordan. And took water baptism under John the Baptist. And then he preached the kingdom of God among the people. Performed so many miracles. Healed the people. Delivered the people. And also he raised the dead people. And finally Jesus became a sacrifice for humanity on the cross of Calvary. And he hung on the cross for 6 hours. Shed even the last drop of his blood for humanity. Mother Janet, Jesus shed his blood for you. And after that his body was buried in a tomb. But a miracle happened. After 3 days, Jesus rose again. Then he appeared to his disciples for 40 days. And after 40 days, Jesus ascended to heaven while his disciples were looking at him. Now Jesus is sitting at the
right hand side of Father God. Sasa Yesu ameketi katika mkono wa kulia na Baba Mungu. And very soon Jesus is going to come back. Na hivyo karibuni Yesu atakuja tena. To take his bride back to heaven. Kuchukua bibi harusi mpaka mbinguni tena. And now, Mother Janet, I ask you, do you believe in this Jesus Christ? Bibi anauliza hivi, unamwamini Yesu Kristo? Thank you so much for your confession. Asante kwa kutamka hivi. Because of your confession that you believe in Jesus Christ. Kwa sababu ya kutamka kwamba unamwamini Yesu Kristo. And because of the word of God, and the word of God declares that those who believe you have to baptize them. Kwa sababu neno linasema wale ambao wanaamini wanafaa kubatizwa. And also because of the last commandment of Jesus Christ. Na sababu ya amri ya mwisho ya Yesu Kristo. Jesus said to his disciples, go and preach and then baptize those who believe. Yesu aliwaambia nendeni mkahubiri na mbatize wale ambao wataamini. I baptize you in this pool in the name of the Father and of the Son Jesus Christ and of the Holy Spirit. Basi nakubatiza katika jina la Baba, Mwana na Roho Mtakatifu. Amen. Be faithful until death. Kuwa mwaminifu mpaka kifo. You shall receive the crown of life. Utapokea taji la uzima. In Jesus' name. Amen. Yesu ni wangu, Yesu naye alifunga siku 40. Zaidi ya mwezi kisha kushukuru akaomba akasema, huu ndio mwili wangu uliotolewa, fanyeni hivi kwa ukumbusho wangu. Angalieni huku, Yesu alishika mkate And he said thanks. akaushukuru. Everybody say thank you, Jesus. Kila mtu aseme asante Yesu. Akasema, huu ndio mwili wangu. And take it and eat it. Akawaambia, chukueni na mle. ഞായറാഴ്ച ആരാധന കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഇന്ന് വിശേഷിച്ച് സ്നാന ശുശ്രൂഷ ഉള്ളതുകൊണ്ടാണ് ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുന്നത്. ഇവർക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണം ഇതേപോലെയുള്ള ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സന്ദർഭങ്ങളിൽ, പ്രത്യേക സന്ദർഭങ്ങളിലാണ് ലഭിക്കുന്നത്. ഉഗാളിയുണ്ട്, റൈസുണ്ട്, മീറ്റ് ബീഫുണ്ട്, പിന്നെ ഒരു വെജിറ്റബിൾ ഉണ്ട്. അങ്ങനെ 3-4 വിഭവങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു നല്ല ഭക്ഷണമാണ് ഈ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് കൊടുക്കുന്നത്.
ആഫ്രിക്കയിലെ ടൻസാനിയയിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞത് ഒരു വലിയ ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്, ഒരു മഹാകൃപയാണ്. 2007 31 ഡിസംബർ 31 അന്ന് രാത്രിയിൽ വാച്ച് നൈറ്റ് സർവീസ് നടക്കുന്ന സന്ദർഭത്തിലാണ് 2008 പ്രവേശിക്കുന്നു. ജനുവരി മാസം 1-ാം തീയതി. അപ്പോഴാണ് ഒരു ദർശനം കണ്ടത്, ആഫ്രിക്കക്കാരാകുന്ന പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ട്. അന്നത് എങ്ങനെ സംഭവിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീട് പ്രാർത്ഥിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ജൂലൈ മാസത്തിൽ ആഫ്രിക്കയിൽ എത്തിച്ചേരാൻ, 2008 ജൂലൈ മാസത്തിൽ ആഫ്രിക്കയിൽ ഉഗാണ്ടയിലും കെനിയയിലും എത്തിച്ചേരാൻ കർത്താവ് അവസരം നൽകി തന്നു. പിന്നീട് പല രാജ്യങ്ങളിൽ, മൊസാംബിക്ക്, റുവാണ്ട, ഇങ്ങനെ പല രാജ്യങ്ങളിൽ ചെറിയ ചെറിയ സന്ദർശനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഒരു സ്ഥലത്തും ദീർഘദിവസങ്ങളൊന്നും താമസിച്ച് അവിടെയുള്ളവരെ വചനം പഠിപ്പിക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ല. ഒരു സമയത്ത് ലഭിച്ചു. ഒരു സമയത്ത് ഉഗാണ്ടയിൽ ഒരു ചെറിയ ബൈബിൾ ട്രെയിനിങ് നടക്കുന്ന സന്ദർഭത്തിൽ ആ സമയത്ത് ഞാൻ 1 മാസം ഉഗാണ്ടയിൽ നിന്ന് അവരെ വചനം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ടാൻസാനിയുടെ വാതിൽ ഇത്തരത്തിൽ തുറന്നത് ഒരു വലിയ ദൈവപ്രവൃത്തിയാണ്. ഇതിൽ നിന്നൊരു കാര്യം വളരെ സ്പഷ്ടമാകുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങളോട് കർത്താവ് ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അല്പം പോലും സംശയിക്കരുത്. 2008 എനിക്കൊരു ദർശനത്തിലൂടെ കർത്താവിൽ നിന്ന് ആലോചന ലഭിച്ചത്, ആഫ്രിക്കക്കാരാകുന്ന പ്രിയപ്പെട്ടവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാൻ അവസരം ലഭിക്കുമെന്ന്. ഞാൻ കണ്ട ദർശനം എന്ന് പറയുന്നത്, ആഫ്രിക്കക്കാരാകുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. ഭക്ഷണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ആഫ്രിക്കക്കാരാകുന്ന പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഉപയോഗിക്കുമെന്നാണ് ഞാൻ ദർശനത്തിൽ കാണുകയുണ്ടായത്. അന്നത് എങ്ങനെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ ഇതാ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അരികിൽ ആയിരിക്കാനും, ഈ ഗ്രാമവാസികളായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഇങ്ങനെ ഒരു ഭക്ഷണം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ദിവസമൊന്നും ഇങ്ങനെ ലഭിക്കുകയില്ല, വിരളമായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതിപ്പം 4-5 വിഭവങ്ങളുണ്ട്, അതോടൊന്ന് തന്നെ ഇറച്ചിയുണ്ട്, മീറ്റ് കൂടെ ചേർന്നുള്ള ഭക്ഷണമാണ് ഇവർക്കിപ്പോൾ ലഭിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമാകുവാൻ ഇങ്ങനെയുള്ള ഒരു പരിശുദ്ധാത്മ ചലനത്തിൻ്റെ ഭാഗം, ഇവർക്ക് ആത്മീക ഭക്ഷണം കൊടുക്കുന്നു, ഭൗതിക ഭക്ഷണം കൊടുക്കുന്നു, ഇവിടെ വെള്ളം കൊടുക്കുന്നു. അങ്ങനെ ഇവിടെ വെള്ളത്തിന് ദൗർലഭ്യമുണ്ട്. അതുകൊണ്ട് ബൈബിൾ കോളേജിൽ നിന്നാണ്, ഈ ട്രെയിനിങ് സെൻറ്ററിൽ നിന്നാണ് ഈ ഗ്രാമവാസികൾ ഇപ്പോൾ വെള്ളമെടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ചലനത്തിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി ഞാൻ കണ്ട ദർശനം എത്ര വർഷങ്ങൾക്ക് മുന്നമേയാണ്? 17 വർഷങ്ങൾക്ക് മുന്നമേയാണ്. 17 വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ കണ്ട ദർശനം, ആ ദർശനം ഒരു നിവർത്തീകരണം കൊണ്ട്, ഒരിക്കൽ ഉഗാണ്ടയിൽ പോയതുകൊണ്ട് അവസാനിക്കുന്നില്ല. അതിനെല്ലാം ആവർത്തിച്ചുള്ള നിവർത്തീകരണമുണ്ട്. അതാണിപ്പോൾ ഈ സംഭവിക്കുന്നത്, ആവർത്തിച്ചുള്ള നിവർത്തീകരണം. നിങ്ങൾ കാണുന്ന ചില ആലോചനകൾക്ക്, ചില ദൂതുകൾക്ക് ആവർത്തിച്ചുള്ള നിവർത്തീകരണമുണ്ട്. ഒരു നിവർത്തീകരണം കൊണ്ട് അവസാനിക്കുകയില്ല. ചില രാജ്യങ്ങളുടെ വാതിലുകൾ ഇത് കാണുന്ന നിങ്ങളിൽ ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കുവാൻ പോകുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് തുറക്കുമ്പോൾ ഒരിക്കൽ മാത്രമല്ല നിങ്ങളവിടെ പോകുവാൻ പോകുന്നത്, ആവർത്തിച്ച് ആ ദേശങ്ങളിൽ കടന്നു ചെല്ലുവാനും അവിടെയുള്ളവരെ ദൈവവചനം പഠിപ്പിക്കുവാനും കർത്താവ് നിങ്ങൾക്ക് അവസരം നൽകി തരും. ഈ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കുക, ഇവർ ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷമായിട്ട് ഈ ഡൈനിങ് ഹാളിലിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുകയാണ്. എത്ര മനോഹരമായിരിക്കുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ യഥാർത്ഥത്തിൽ ഞാൻ ഇന്ത്യക്കാരനായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ഇന്ത്യക്കാരന് ഈ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിൽക്കുകയാണ്. ഇവരാരും എൻ്റെ രക്തബന്ധം ഉള്ളവരൊന്നും അല്ല, ബന്ധുക്കളല്ല, സ്വന്തക്കാരല്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാപ്പനോ എൻ്റെ മാവിയോ എൻ്റെ അച്ചായനോ ഒന്നും അല്ല. ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ ഇങ്ങനെ വരുമെന്ന് പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വരുവാനും ശുശ്രൂഷിക്കുവാനും അവരുടെ ഭാഗമാകുവാനും ലഭ്യമാകുന്ന ഒരു പദവി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വലിയ അവസരമാണ്. ഇത് വലിയ പരിശുദ്ധാത്മാവിനാൽ തുറക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്നെ കാണുന്ന പലർക്കും വേണ്ടി കർത്താവ് ഇത് തുറക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളിൽ പലരും ആഫ്രിക്കയിൽ മിഷണറിമാരായിട്ട് കർത്താവ് അയക്കും. ആഫ്രിക്കയിൽ മാത്രമായിരിക്കില്ല, ചിലരെയൊക്കെ മറ്റ് കോണ്ടിനെൻറ്റുകളിലേക്ക് മിഷണറിമാരായിട്ട് കർത്താവ് അയക്കുവാൻ പോകുകയാണ്. ചില ദ്വീപ് സമൂഹങ്ങളിലേക്ക് കർത്താവ് മിഷണറിമാരായിട്ട് അയക്കുവാൻ പോകുന്നു. ചിലപ്പോൾ മംഗോളിയ,
ഉസർബൈജാൻ, കിർഗിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെയൊക്കെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്ത്യൻ മിഷണറീസിന് വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു ഭൂഖണ്ഡത്തിൽ നിന്നുകൊണ്ട് ഒരു രാജ്യത്ത്, ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് എനിക്ക് ചുറ്റും കാണുവാൻ കഴിയുന്ന ഈ പ്രിയപ്പെട്ടവരുടെ നടുവിൽ നിന്നുകൊണ്ട്, വ്യത്യസ്തരാകുന്ന ഒരു വിഭാഗത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. വലിയൊരു പരിശുദ്ധാത്മ ചലനം നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ പോകുന്നു. ഒരു മിഷൻ ഇമ്പാർട്ടേഷൻ നിങ്ങളുടെ മേൽ വന്നു വീഴുവാൻ പോകുന്നു. ലോകരാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ അയക്കുവാൻ പോകുന്നു. ഈ വചനവുമായി അനേകം ഇടങ്ങളിൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു മാൻഡിൽ, ഒരു തീ ഇപ്പോൾ നിങ്ങളുടെ മേൽ വന്നു വീഴുവാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി ടാൻസാനിയയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആഫ്രിക്കയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ഒരു പകർച്ചയെ അയക്കണമേ. ഈ തലമുറയിൽ അവരെ എഴുന്നേൽപ്പിക്കണമേ. ഒരന്ത്യകാല ഉണർവിന് വേണ്ടി എഴുന്നേൽപ്പിക്കണമേ. 2008 ഒരു ദർശനത്തിലൂടെ പരിശുദ്ധാത്മാവ് എളിയവനോട് ഇടപെട്ടു. ആഫ്രിക്കയിൽ പ്രിയപ്പെട്ടവർക്ക് ആത്മീക ഭക്ഷണം വിളമ്പിക്കൊടുക്കുമെന്ന് കർത്താവേത് ആവർത്തിച്ച് സംഭവിച്ച് ഇപ്പോൾ 2025 ഡിസംബർ മാസത്തിൽ ടാൻസാനിയയിൽ നിൽക്കുമ്പോൾ ടാൻസാനിയയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരട്ടെ, ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരട്ടെ. യൗവനക്കാരുടെ ഒരു കൂട്ടം എഴുന്നേറ്റ് വരട്ടെ. കർത്താവിൻ്റെ വചനവുമായി ലോകരാജ്യങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി യൗവനക്കാരുടെ ഇടയിൽ നിന്നൊരു അഭിഷക്ത ഗണം എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ അഭിഷേകത്തിൻ്റെ ഒരു പുതപ്പ് അവരുടെ മേൽ വന്നു വീഴട്ടെ. അഭിഷേകത്തിൻ്റെ ഒരു തീ അവരുടെ മേൽ വന്നു വീഴട്ടെ. അഭിഷേകത്തിൻ്റെ ഒരു തീ ഇപ്പോൾ വന്നു വീഴട്ടെ. കോണ്ടിനെൻറ്റുകൾക്ക് വേണ്ടിയുള്ള അഭിഷേകത്തിൻ്റെ ഒരു തീ ഇപ്പോൾ വന്നു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാതിലുകൾ തുറക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ഗേറ്റുകൾ തുറക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. പോർട്ടലുകൾ തുറക്കപ്പെടട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. മാത്രമല്ല ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയമൊരു ശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.